നമസ്കാരം. സാങ്കേതിക വിദ്യയും മത്സരബുദ്ധിയും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ കൈവരിച്ച ഭൗതിക നേട്ടങ്ങൾ വലുതാണ് എങ്കിലും മൂല്യങ്ങളുടെ കാര്യത്തിൽ വലിയൊരു തകർച്ച നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സത്യസന്ധത എന്നത് കേവലം ഒരു ഗുണമല്ല, മറിച്ച് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായ വലിയൊരു ശിലയാണ്. വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക മേഖലയിലും പുലർത്തുന്ന സുതാര്യതയാണ് ഒരാളുടെ സ്വഭാവ മഹിമയെ നിർണ്ണയിക്കുന്നത്. പണത്തിനും പദവിക്കും വേണ്ടി കുറുക്കുവഴികൾ തേടുന്ന ആധുനിക മനുഷ്യന് മുന്നിൽ സത്യസന്ധത എന്നത് അല്പം പ്രയാസകരമായ പാതയായി തോന്നാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നൽകുന്ന സമാധാനവും ആത്മവിശ്വാസവും വിലമതിക്കാനാകാത്തതാണ്. വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം. അത് കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും സത്യസന്ധതയില്ലാത്ത പെരുമാറ്റം ആ വിശ്വാസത്തെ തകർക്കും. ഒരു വ്യക്തി സത്യസന്ധനായിരിക്കുമ്പോൾ അത് സമൂഹത്തിൽ അയാൾക്ക് വലിയൊരു ബഹുമാനം നേടിക്കൊടുക്കുന്നു. അഴിമതിയും വഞ്ചനയും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് സ്വന്തം തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ സാധിക്കൂ. ഉത്തർപ്രദേശിലെ റീത്ത എന്ന സാധാരണക്കാരിയായ വീട്ടമ്മ തൻ്റെ അക്കൗണ്ടിൽ വന്ന കോടിക്കണക്കിന് രൂപയിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കാതെ മാതൃക കാട്ടിയത് സത്യസന്ധത ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇത്തരം പ്രവൃത്തികൾ സമൂഹത്തിന് വലിയ പ്രത്യാശയാണ് നൽകുന്നത്. സത്യസന്ധത എന്നത് മറ്റുള്ളവരോട് മാത്രമല്ല, സ്വത്വത്തോടും പുലർത്തേണ്ട ഒന്നാണ്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് തുറന്ന് സമ്മതിക്കാനും തിരുത്താനുമുള്ള ആർജവം സത്യസന്ധതയുടെ ഭാഗമാണ്. ആധുനിക ലോകത്ത് വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാണ് എങ്കിലും സത്യവും അസത്യവും തിരിച്ചറിയാൻ പ്രയാസമാണ്. ഈ കാലഘട്ടത്തിൽ വാക്കിനും പ്രവൃത്തിക്കും ഇടയിലുള്ള ദൂരം കുറയ്ക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. സത്യസന്ധമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെ മാത്രമേ സമാധാനവും നീതിയും പുലരുന്ന ഒരു നല്ല നാളെ നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായാലും സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് ജീവിത വിജയത്തിനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. ഭൗതികമായ നേട്ടങ്ങൾക്കും പണത്തിനും പിന്നിലെ ലോകം നെട്ടോട്ടമോടുന്ന വർത്തമാന കാലത്ത് അപ്രതീക്ഷിതമായി കൈവന്ന കോടികളോട് വേണ്ട എന്ന് പറയാൻ കാണിച്ച ആർജവം ഒരു മനുഷ്യനെ എത്രത്തോളം ഉന്നതനാക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉത്തർപ്രദേശിലെ മെയിൻപുരി ജില്ലയിൽ നിന്നുള്ള റീത്ത. ബിച്വാൻ മേഖലയിലെ ദേവ്ഗഞ്ച് ഗ്രാമത്തിൽ ലളിത ജീവിതം നയിക്കുന്ന പരസ്വാൻ ബഹേലിയ എന്ന കർഷകൻ്റെ ഭാര്യയായ റീത്ത തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അപ്രതീക്ഷിതമായി എത്തിയ 10 കോടിയോളം രൂപ കണ്ട് അമ്പരന്നു എങ്കിലും ആ തുകയിൽ നിന്ന് ഒരു പൈസ പോലും കൈക്കലാക്കാൻ ശ്രമിച്ചില്ല എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ പ്രഭാവം വിളിച്ചൊത്തുന്നതായിരുന്നു അവരുടെ ഈ തീരുമാനം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ അഷ്ടമി ദിനത്തിൽ കുടുംബ ആവശ്യങ്ങൾക്കായി പണം പിൻവലിക്കാൻ ബാങ്കിൽ എത്തിയപ്പോഴാണ് ഈ അവിശ്വസനീയമായ സംഭവം അരങ്ങേറുന്നത്. ബാങ്ക് അവധിയായതിനാൽ പണം പിൻവലിക്കാൻ സാധിക്കാതെ വന്ന റീത്ത സമീപത്തുള്ള ATM കൗണ്ടറിലെത്തി ബാലൻസ് പരിശോധിച്ചു. അക്കൗണ്ടിലെ ആ തുക കണ്ട് അവർ സ്തബ്ധയായിപ്പോയി. 9,99,49,588 രൂപയാണ് അന്ന് ആ ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ചത്. സാധാരണ നിലയിൽ നൂറുകളും ആയിരങ്ങളും മാത്രം കണ്ടു ശീലിച്ച ഒരു കർഷക സ്ത്രീയുടെ മുന്നിൽ 10 കോടിയോളം രൂപ മിന്നിമറിഞ്ഞപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. സംശയം തീർക്കാനായി മറ്റൊരു ATMൽ കൂടി പോയി പരിശോധിച്ചപ്പോഴും ഫലം അതുതന്നെയായിരുന്നു. ഇതിൻ്റെ വീഡിയോ അവർ ഫോണിൽ പകർത്തിയത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു തുക അക്കൗണ്ടിൽ കണ്ടാൽ ആർക്കും ഒരു നിമിഷം പരിഭ്രമമോ അല്ലെങ്കിൽ അത് സ്വന്തമാക്കാനുള്ള പ്രലോഭനമോ ഉണ്ടായേക്കാം. എന്നാൽ റീത്തയുടെ കാര്യത്തിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഈ പണം തൻ്റേതല്ലെന്ന് ഉറപ്പുള്ളതിനാൽ അത് തൊടാൻ പോലും പാടില്ലെന്ന കർശന നിലപാടാണ് അവർ സ്വീകരിച്ചത്. തൻ്റെ കുടുംബാംഗങ്ങളോടും ആ പണത്തിൽ നിന്ന് ഒരംശം പോലും മാറ്റരുതെന്ന് അവർ കർശനമായി നിർദ്ദേശിച്ചു. ബാങ്കിലെ പിഴവ് മൂലമോ സാങ്കേതിക തകരാർ മൂലമോ വന്ന പണമായിരിക്കാം ഇതെന്നും കൃത്യമായ അന്വേഷണം നടത്തി സത്യാവസ്ഥ ബോധ്യപ്പെടുന്നതുവരെ പണം അക്കൗണ്ടിൽ തന്നെ ഇരിക്കട്ടെ എന്നും അവർ തീരുമാനിച്ചു. ഇത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഔന്നത്യം വ്യക്തമാക്കുന്നതാണ്. സത്യസന്ധത എന്നത് വാക്കുകളിൽ ഒതുക്കേണ്ട ഒന്നല്ല എന്നും അത് പ്രവൃത്തിയിൽ കാണിക്കേണ്ടതാണെന്നും അവർ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. പിന്നീട് ബാങ്ക് അധികൃതരെ വിവരം അറിയിച്ചപ്പോൾ സാങ്കേതികമായ എന്തെങ്കിലും പിഴവോ ഇടപാടുകളിലെ പിശകോ ആകാം ഇത്തരമൊരു സാഹചര്യത്തിന് കാരണമെന്ന് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കരിംഗഞ്ച് ബ്രാഞ്ച് മാനേജർ ഋഷികാന്ത് പാണ്ഡെ വിശദീകരിച്ചു. ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. റീത്തയുടെയും കുടുംബത്തിൻ്റെയും സത്യസന്ധതയെ പ്രശംസിച്ചുകൊണ്ട് ഗ്രാമവാസികളും സമൂഹ മാധ്യമങ്ങളും ഒരുപോലെ രംഗത്തെത്തിയിട്ടുണ്ട്. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന ചൊല്ല് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ധാർമ്മികതയ്ക്കും സത്യസന്ധതയ്ക്കും പണത്തേക്കാൾ വിലയുണ്ടെന്ന് തെളിയിച്ച റീത്ത രാജ്യത്തിന് തന്നെ ഒരു വലിയ മാതൃകയായി മാറിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.